പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കേരളത്തിലെ CPIM-നെ MV ഗോവിന്ദൻ തന്നെ നയിക്കും. CPIM സംസ്ഥാന സമ്മേളനം കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തിയാണ് CPIM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള 89 അംഗ സംസ്ഥാന കമ്മിറ്റിയും 17 അംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു. MV ജയരാജനും CN മോഹനനും KK ശൈലജയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. P ജയരാജൻ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല. സീനിയറായ നേതാവായിട്ടും ഇത്തവണയും പരിഗണിച്ചില്ല. 72 വയസ്സ് പിന്നിട്ട P ജയരാജന് ഇനി അവസരമില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ 17 പുതുമുഖങ്ങളെയാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. R ബിന്ദു, VK സനോജ്, V വസീഫ് തുടങ്ങിയവർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടു. ജോൺ ബ്രിട്ടാസിനെ സ്ഥിരപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ, K വരദരാജൻ, MK കണ്ണൻ, ബേബി ജോൺ, ഗോപി കോട്ടമുറിക്കൽ എന്നിവരെ ഒഴിവാക്കി. കണ്ണൂരിലെയും എറണാകുളത്തെയും ജില്ലാ സെക്രട്ടറിമാരെയും മാറ്റാൻ സാധ്യതയുണ്ട്. കണ്ണൂരിൽ TV രാജേഷും എറണാകുളത്ത് PR മുരളീധരനും ജില്ലാ സെക്രട്ടറിമാരായേക്കും. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആനാവൂർ നാഗപ്പൻ ഒഴിവായതോടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് സെക്രട്ടേറിയറ്റ് പ്രാതിനിധ്യമില്ലാതാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. MB രാജേഷിനെ ഇത്തവണ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പട്ടികയിൽ ഇടം പിടിച്ചില്ല. P ശ്രീരാമകൃഷ്ണനെ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. KH ബാബുജാനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി തെരഞ്ഞെടുത്തു. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാകും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.